ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ്. ഞാൻ ഈ ബാംഗ്ലൂർ വന്നിട്ട് ഒത്തിരി നാളായെങ്കിലും ബാംഗ്ലൂരിലെ ഒരു സ്ഥലങ്ങളും ഏകദേശം 10 വർഷത്തോളമായി ഞാനിവിടെ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഞാൻ ഈ ബാംഗ്ലൂരിൽ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ താമസിക്കുന്ന അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ ബാംഗ്ലൂരിലെ എല്ലാ സ്ഥലങ്ങളും അത്യാവശ്യം കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഈ ക്ലോത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. ശ്രീരാംപുര എന്ന് കേട്ടിട്ടുണ്ടാവും. ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഇതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ശ്രീരാംപുരയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചു. മെറ്റീരിയൽ വാങ്ങി പുതിയ ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഞാൻ ശ്രീരാംപുരയിൽ പോയി. ബസ്സിലാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ ഒത്തിരി സ്ഥലങ്ങൾ നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും അവിടുത്തെ ഷോപ്പിൻ്റെ എടുത്തിട്ടില്ല. ഇതേപോലെ തന്നെ ഒത്തിരി ഫാബ്രിക് ഫ്രണ്ടിൽ ഇതേപോലെ തന്നെ അവർ വച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിന്ന് ഏത് ഫാബ്രിക്കാണോ വേണ്ടത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് kg കണക്കിനാണ് തരുന്നത്. 1 kgക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 3 മീറ്റേഴ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 400 ഗ്രാം അല്ലെങ്കിൽ ഒരു 350 ഗ്രാം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ മെറ്റീരിയൽ തൂക്കി വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണിത്. ഒത്തിരി കോട്ടൺ മെറ്റീരിയൽസും സിൽക്കിൻ്റെ മെറ്റീരിയൽസും ഹക്കോബ പ്രിൻറ്റഡ് അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്. ഇതിൽ പെർ മീറ്ററും അവർ തരുന്നുണ്ട്, അല്ലാതെ തൂക്കിയും തരുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ഒത്തിരി കടകളിൽ കയറി നോക്കിയായിരുന്നു. എനിക്ക് വൈറ്റ് ഫാബ്രിക് വാങ്ങിക്കണം, ഹക്കോബ അല്ലെങ്കിൽ വൈറ്റിൽ എന്തെങ്കിലും എംബ്രോയ്ഡേർഡ് ആയിട്ടുള്ള സെൽഫ് ഡിസൈൻ ആയിട്ടുള്ള ഫാബ്രിക് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒത്തിരി അന്വേഷിച്ച് നടന്നത്. അങ്ങനെ വൈറ്റിൻ്റെ ഒരു മെറ്റീരിയൽ അവസാനം എനിക്ക് കിട്ടി. നമ്മളിത് കാണുമ്പോൾ അത്യാവശ്യം ചുളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടാവും. ഇതെന്താ കൊള്ളുമോ നന്നാവുമോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാകും. പക്ഷേ വീട്ടിൽ വന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല മെറ്റീരിയൽ ആയിരിക്കും. പിന്നെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കടകളിൽ ഇതേപോലെ ഫ്രണ്ടിൽ മെറ്റീരിയൽസ് കൂട്ടി ഞാൻ കണ്ടു. അതേപോലെ തന്നെ സാരി മെറ്റീരിയൽസും അവിടെ കിട്ടുന്നുണ്ട്. 1 സാരി 3 പ്ലെയിൻ സാരീസൊക്കെ മേടിച്ച് നമുക്ക് ഡ്രസ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ലാസ്റ്റ് ഞാൻ ഈ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് അവിടെ ഹക്കോബ ഫാബ്രിക് കണ്ടത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്, ഹക്കോബയുടെയും പ്രിൻറ്റഡിൻ്റെയും പ്ലെയിൻ കോട്ടൻ്റെ എല്ലാം. അപ്പോൾ ഞാനിവിടെ നിന്ന് വൈറ്റ് കളർ ഹക്കോബ ഫാബ്രിക്കാണ് മേടിച്ചത്. അതിപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വൈറ്റ് മെറ്റീരിയൽ. അപ്പം ഞാനത് ലാസ്റ്റ് അത് ചൂസ് ചെയ്ത് ബില്ല് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഷോപ്പിൽ പോയായിരുന്നു. ഷർട്ട് മെറ്റീരിയൽസിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഞാൻ വീഡിയോസ് അധികം എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്നും അതിൽ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഏകദേശം ഒരു 2-3 ഫാബ്രിക്സേ എടുത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്താ മേടിക്കേണ്ടത്, ഇവിടെ എന്തൊക്കെ കളക്ഷൻ ഉണ്ടാവുമെന്ന് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അറിയില്ല. ഇനി ഞാനൊരു പർച്ചേസ് ഐഡിയ ഇട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം കാശൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയൽസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഷർട്ട് മെറ്റീരിയൽ, അതേപോലെ എനിക്ക് കുർത്തയ്ക്ക് അങ്ങനെ എൻ്റെ സെൽഫ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് ഡ്രസ്സ് എടുത്തു. അറ്റ്ലീസ്റ്റ് എനിക്ക് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ബസ്സിൽ തന്നെ പുറപ്പെട്ടു. നമുക്ക് അവിടെ നിന്ന് മെജസ്റ്റിക്ക് പോയിട്ട് വേണം പിന്നെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വരാനായിട്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ കുറച്ച് നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വീഡിയോ എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാവിലെ നേരത്തെ വന്നിട്ട് ഒരു 12 o'clock ആകുമ്പോഴത്തേനും എല്ലാം ഫിനിഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം തിരക്കൊന്നും അനുഭവപ്പെടില്ല. അതേപോലെ തന്നെ വെയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു രാവിലെ നേരത്തെ വന്നിട്ട് ഒരു 12 o'clock ആകുമ്പോഴത്തേനും ഷോപ്പിംഗ് ഫിനിഷ് ചെയ്ത് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച മെറ്റീരിയൽ എന്താണെന്ന് കാണണ്ടേ. ഞാനൊരു കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ ഇതാണ്. ഇതൊരു സിൽക്ക് കൈൻഡ് ഓഫ് ഫാബ്രിക്കാണ്. അത്യാവശ്യം നല്ല ഷൈനിങ് ഉള്ളൊരു മെറ്റീരിയലാണ്. മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ടൈപ്പിൽ നമുക്ക് ഗോൾഡൻ കളർ ചെറിയ ബുട്ടാസിൻ്റെ പ്രിൻറ്റഡ് ഉള്ളൊരു ഫാബ്രിക്കാണ് എടുത്തത്. അപ്പോൾ ഞാനിത് എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ എനിക്കൊരു വി നെക്ക് വരുന്ന ഒരു കുർത്ത ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് ആരി വർക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നെക്കിൽ ആരി വർക്ക് ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.